ജാസ്മിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ജാസ്മിൻ ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജാസ്മിൻ ഗബ്രിയുടെ ലൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ലൂപ്പിൽ പെടുത്തിയിരിക്കുന്നത് ഈ ഓഡിയൻസിനെ തന്നെയാണ്. ജാസ്മിൻ കഴിഞ്ഞ ബിഗ് ബോസ് ഷോയിൽ എത്തുന്നതിന് മുൻപുള്ള 7 മാസമായി പുറത്തുള്ള ഒരാളുമായി റിലേഷൻഷിപ്പിലാണെന്ന് ജാസ്മിൻ തന്നെ ബിഗ് ബോസ് ഷോയിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അൻസിബ ചോദിച്ചിട്ടുണ്ട്, പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്നാൽ അതിന് കൃത്യമായ മറുപടി ജാസ്മിൻ പറഞ്ഞിട്ടില്ല. അയാളുടെ പേരോ ഐഡൻറ്റിറ്റിയോ റിലേഷൻഷിപ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അകത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് പുറത്ത് നിൽക്കുന്ന അയാളുടെ മാനസിക നിലയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അയാളെ പുറത്ത് മറ്റുള്ള സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ നാണം കെടുത്തുന്ന രീതിയിലാണ് ജാസ്മിൻ്റെ പെരുമാറ്റം. ജാസ്മിൻ ഈ കാണിക്കുന്നതൊക്കെ അപ്പോൾ ഡ്രാമയാണെന്ന് ഇതോടെ പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയുകയാണ്. ജാസ്മിൻ കഴിഞ്ഞ 7 മാസമായിട്ട് ആ പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും അത് വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ വളരെ വ്യക്തമായിട്ടറിയാമെന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംസാരങ്ങൾ, ചർച്ചകൾ തന്നെ മാനസികമായി വളരെ ദുഃഖിപ്പിക്കുന്നുവെന്നും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞാനൊരു ജോക്കറായിട്ടാണ് ഇപ്പം നിൽക്കുന്നതെന്നും ആ ആള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ അപ്പോൾ ഈ കാണിക്കുന്ന ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മറ്റ് കണ്ടസ്റ്റൻസുകൾ പറയുന്നത് ഇപ്പോൾ സത്യമാവുകയാണ്. ക്യാമറ സ്പേസിന് വേണ്ടി, കണ്ടന്റിന് വേണ്ടി ജാസ്മിനും ഗബ്രിയും കൂടി നടത്തുന്ന നാടകം തന്നെയാണ് ഈ റിലേഷൻഷിപ്പും ഈ സ്നേഹവും ഈ സൗഹൃദവും ഒക്കെ. സൗഹൃദത്തിനപ്പുറം ഞാനിത് പ്രണയത്തിലേക്ക് വഴിമാറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുമെന്ന് ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ താൻ വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആ പുറത്തുള്ള ആളുടെ മാനസിക നിലയെപ്പറ്റി ജാസ്മിൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിലവിൽ അവരുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയത്തില്ല. അത് രണ്ടുപേരുടെയും ഭാഗം കേട്ടാലേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പേ ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെരുമാറുന്നത് വളരെ മോശമല്ലേ? ജാസ്മിൻ ഇന്ന് അലറിക്കരയുന്നതിനിടയിൽ പലതവണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ 23 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയല്ലേ, എനിക്ക് ഇനിയും മുന്നോട്ട് ജീവിതമില്ലേ, എനിക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ഇത് ആരോട് ചോദിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം പുറത്തു വരുന്ന കഥകൾ വേറെയാണ്. എന്തായാലും ഈ വിവാഹത്തിൽ നിന്ന് ആ പയ്യൻ പിന്മാറിയത് അറിയിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പേര് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മീഡിയാസ് വലിച്ചിഴക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി അയാൾ പറയുന്നുണ്ട്. ഇത്രയും നാളും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗബ്രി ഗെയിം കളിക്കുകയാണ്, ഗബ്രി കുശാഗ്ര ബുദ്ധിയോടെ കളിക്കുകയാണ്, ജാസ്മിനെ യൂസ് ചെയ്യുകയാണ്. എന്നാൽ ശരിക്കുള്ള വില്ലനിസം ഗബ്രിക്കുള്ളിലാണോ അതോ ജാസ്മിനുള്ളിലാണോ? ജാസ്മിൻ അപ്പോൾ ഈ കാണിച്ചതെല്ലാം നാടകമല്ലേ? അല്ലെങ്കിൽ ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ഒരു ഡെഫിനിഷൻ ജാസ്മിൻ തരേണ്ടതല്ലേ? ഇന്നലെ ഈ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ലാലേട്ടൻ മറ്റ് കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അൻസിബ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ജാസ്മിൻ പറഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് ഇന്ന് ലൈവിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം കൺഫെഷൻ റൂമിൽ പോയി കിടന്നുറങ്ങി ഗബ്രി സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടി അതിനുശേഷം രണ്ടുപേരും കൈയും പിടിച്ച്, സൗഹൃദം ഇങ്ങനെയാണോ? കൈയും പിടിച്ചിരിക്കുന്നത് കൊണ്ടോ തലോടുന്നത് കൊണ്ടോ ഹഗ് ചെയ്യുന്നത് കൊണ്ടോ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരുന്നത് കൊണ്ടോ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ലൈവിൽ ഒരു ജാസ്മിൻ ബെഡിൽ കിടക്കുന്നു, ഗബ്രി അടുത്തിരുന്ന് തലോടുന്നു, കൈയും പിടിച്ചിരിക്കുന്നു, ഐ ലവ് യു എന്ന് പറയുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ലവ് യു എന്ന് പറയുന്നു. ജാസ്മിൻ തിരിച്ച് ഐ ലവ് യു ടു എന്ന് തിരിച്ച് പറയുന്നു. അപ്പോൾ ഈ പുറത്തുള്ള ആളിൻ്റെ മാനസികാവസ്ഥയോ? ഇതൊരു സീക്രട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇത് കൂട്ടുകാർക്കും തൻ്റെ വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോലും താൻ ജാസ്മിന് വേണ്ടി നിന്നിട്ടുണ്ട്.
എന്നാണ് അയാൾ പറയുന്നത്. അത്രയും സിൻസിയറായിട്ടൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളിനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ ഇമോഷണലെ അയാളുടെ ഫീലിങ്സിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും മെൻ്റൽ ബ്രേക്ക് ഡൗണിലേക്ക് തള്ളിയിടുന്നതും ശരിയാണോ? അപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ കൂടെ ആലോചിച്ച് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ക്യാമറ സ്പേസ് കൊടുക്കരുത്. അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് മറ്റുള്ള കണ്ടന്റുകൾ മേക്ക് ചെയ്യണം. ഇത് മൈൻഡ് ചെയ്യാനോ ഇത് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.